ഹലോ ഫ്രണ്ട്സ്, മീക്കു റോക്ക് നേഴ്സ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഫ്ലൈറ്റിലാണ്. ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അത് വേറെ സ്ഥലമല്ല, നമ്മുടെ രാമോജി ഫിലിം സിറ്റിയിലെ എയർപോർട്ട് സെറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ സൈഡിലുള്ള വിഷ്വൽസ് ഒക്കെ നോക്കിയാൽ ഈ ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു സൈഡ്, അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആണെങ്കിൽ ഓരോ ഷൂട്ടിങ്ങിന് വേണ്ടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ബാക്കിലായിട്ടാണ് ആക്ച്വലി എയർപോർട്ടിൻ്റെ സംഭവം ഉള്ളത്. അപ്പോൾ ഇതാണ് ഗൈസ് ഹോസ്പിറ്റൽ സെറ്റിങ്സ്. രാമോജി ഫിലിം സിറ്റിയിലെ ആ ഒരു ഹോസ്പിറ്റലിനും അതുപോലെ തന്നെയാണ് എയർപോർട്ടിനും ഒരേ ബിൽഡിംഗ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് രാമോജി ഫിലിം സിറ്റിയിലെ എയർപോർട്ട് കൗണ്ടറാണ്. വേ ടു എയർപോർട്ട്. എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു പില്ലേഴ്സൊക്കെ കണ്ട നമ്മൾ എയർപോർട്ടിൽ വരുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു ബിൽഡപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് തോന്നും നമ്മുടെ രാമോജി ഫിലിം സിറ്റിയിലെ ആൾക്കാരെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആ ഒരു ബസ് വരുന്നതാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. രാമോജി ഫിലിം സിറ്റി 49ാമത്തെ നമ്പർ ബസ്. അപ്പോൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു വിഷ്വൽസൊക്കെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. എല്ലാതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ചെറിയ ചെറിയ സ്നാക്സ് ബാറുകളും കടകളൊക്കെ ഉണ്ട്. എയർപോർട്ടിൻ്റെ മുകളിലുള്ള ആ ഒരു വിഷ്വൽസൊക്കെ നോക്കി ഒരു രക്ഷയില്ല അല്ലേ, അടിപൊളി വിഷ്വൽസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ എയർപോർട്ടിൻ്റെ അകത്തുള്ള വിഷ്വൽസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫോട്ടോസൊക്കെ ആൾക്കാർ എടുക്കുന്നതാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. എയർപോർട്ടിൻ്റെ അകം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എയർപോർട്ടിൻ്റെ അകം എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മൾ ജസ്റ്റ് വലത് കാല് വെച്ച് നേരെ എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. മുകളിലൊക്കെ ആണെങ്കിൽ തകര ഷീറ്റുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എയർപോർട്ടിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു ഹോളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ട എയർപോർട്ടിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ കയറുന്ന സമയത്താണെങ്കിൽ ഇത് എനിക്ക് കണ്ട സമയത്താണെങ്കിൽ കാലപുറക്ക് എയർപോർട്ടും ആകപ്പാടെ ഇത്രയേ ഉള്ളൂ. എയർപോർട്ടിൻ്റെ അകത്തുള്ള ആ ഒരു വിഷ്വൽസ് ഇത് കാണുന്ന സമയത്ത് കാലബുർഗി എയർപോർട്ട്, നമ്മുടെ കർണാടകയിലുള്ള ഗുൽബർഗ എയർപോർട്ടും ഇതുപോലെ തന്നെയാണ് എനിക്ക് കാണുന്ന സമയത്തും തോന്നുന്നത് ഗൈസ്. അപ്പോൾ ആ ഒരു റിസപ്ഷൻ ഏരിയാസൊക്കെ ഒന്ന് നോക്കിയോ, ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പറെ. റിസപ്ഷൻ ഏരിയാസ് ജെറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു റിസപ്ഷൻ ഏരിയാസ് ഉണ്ട്. ബാക്കിൽ സ്പൈസ് ജെറ്റിൻ്റെ ഒരു കൗണ്ടറും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സൂപ്പർ. ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ ടെർമിനൽ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു എൻട്രി ഉള്ളത്. നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറുകയാണ് കേസ്. എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറുകയാണ് നമ്മൾ. ചെക്കിൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ബോർഡിങ് നേരെ കൃത്രിമമായിട്ടുള്ള എയർപോർട്ട് സംഭവം ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു എയർപോർട്ടിൻ്റെ അകത്തോട്ടുള്ള ഒരു വിഷ്വൽസ്, എയർപോർട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ അടുത്ത് കാണിക്കുന്നത്. കണ്ട ഒരു ഡമ്മി പ്ലെയിനൊക്കെ ആണെങ്കിൽ സംഭവം സെറ്റ് ചെയ്ത്. ഓക്കെ, ആൾക്കാരൊക്കെ കയറിപ്പോകും. അപ്പോൾ എയർപോർട്ടിൻ്റെ അകത്തുള്ള വിഷ്വൽസ് പബ്ലിക്കൊക്കെ കയറി പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആണെങ്കിൽ മുകളിൽ കാണും. എയർപോർട്ട് സെഷൻസിൽ കൃത്രിമമായിട്ട് നമ്മൾ ചെക്കിങ് എല്ലാം ചെയ്തതിന് ശേഷം കൃത്രിമമായിട്ട് ഇവർ ആർട്ടിഫിഷ്യലായിട്ട് സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എയർപോർട്ടാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. 2 ഡോറുണ്ട്. 2 ഡോറിൽ ആൾക്കാരൊക്കെ ആണെങ്കിൽ വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും ഗൈസ്. എയർപോർട്ട് പക്ഷേ സീറ്റിങ്ങിൻ്റെ ആ ഒരു കപ്പാസിറ്റിയൊക്കെ ആണെങ്കിൽ ഇല്ലെങ്കിൽ ഇതാവരണം നോക്കിയാൽ എയർപോർട്ട് നോക്കിയാൽ ഒരു രക്ഷയല്ലേ. നമ്മുടെ രാമോജി ഫിലിം സിറ്റിയിലെ എയർപോർട്ട് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഇതിലാണ്. ഏതൊക്കെ പടങ്ങളൊക്കെ ആണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സംഭവം നേരെ കാണിക്കുന്നത്. അയൺ സിനിമയൊക്കെ ആണെങ്കിൽ സംഭവം ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇതായിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാമോ എയർപോർട്ട്? എയർപോർട്ടിലെ ആ ഒരു പ്ലെയിൻ കൊള്ളാമോ? ാണെങ്കിൽ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഏതൊക്കെ പടത്തിലെ ഷൂട്ടിംഗ് ആണ് നടത്തുന്നത് എന്നുള്ള സംഭവം അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവമൊക്കെ ആണെങ്കിൽ സംഭവം തുറക്കാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ ഒരു പൈലറ്റ് ഇരിക്കുന്ന സ്ഥലം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ പൈലറ്റ് ഇരിക്കുന്ന സ്ഥലം ഇവിടെ ഇല്ല. പൈലറ്റ് ഇരിക്കുന്ന സ്ഥലമില്ല. ഓക്കെ, വെരി ഗുഡ്. പേര് മുനിയർ. പേജ് ഇതാ പോകുന്ന കണ്ണൂരുള്ള ഫാമിലി ഇതോ പോകുന്നു. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ മെയിനായിട്ടും ഹൈലൈറ്റ് ആവുന്ന ആ ഒരു സെഷൻ എന്ന് പറയുന്ന ആ ഒരു സീറ്റിംഗ് ഒക്കെ തന്നെയാണ് കേട്ടോ. സീറ്റിംഗ് ഒരു രക്ഷയില്ല. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഷൂട്ടിങ്ങിനൊക്കെ ആണെങ്കിൽ എയർപോർട്ടിൽ ഈ ഒരു സ്ഥലമാണ് സംഭവം ആക്ച്വലി നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഒന്ന് തുറക്കുമ്പോൾ പൊക്കാൻ പറ്റും, ലഗേജ് ഒക്കെ വെക്കാൻ വേണ്ടി.
ലഗേജ് ഒക്കെ സംഭവം വെക്കേണ്ടത്, അത് സംഭവം തുറക്കാനൊക്കെ പറ്റും. ഇല്ല തുറക്കാനൊക്കെ പറ്റും. വീഡിയോയിൽ എങ്ങനെയാണ് കാണിക്കുന്നത്? ഉണ്ടാണ്ട് അത് ഓരോന്നായിട്ട് തുറക്കില്ല. ലഗേജ് ഒക്കെ വയ്ക്കുന്ന സ്ഥലം ആക്ച്വലി തുറക്കാൻ പറ്റും. അത് DEF നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ്, സെയിം സെറ്റപ്പ് തന്നെ. 2-3 എന്തായാലും സംഭവം തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നസറിൻ കൊള്ളാമോ? റയാൻ കൊള്ളാമോ? ഓക്കെ, റയാൻ ഇരുന്ന് ടയേർഡായെങ്കിലും എയർപോർട്ടിൻ്റെ അകത്ത് സംഭവം വന്നപ്പോഴേക്കും സംഭവം കൊള്ളാം. റയാൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. എയർപോർട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ക്രൗഡാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ओके राइड आना चलिए